മക്കളെ കാശോ ആചാ കഴിയാൻ തുടങ്ങിയ? സത്യത്തില് അച്ഛന് വിശപ്പുണ്ടായിട്ടൊന്നും അല്ലടാ. പിന്നെ നിന്റെ കയ്യിൽ നിന്ന് ഒരു പിടി ചോറ് അച്ഛൻ ഉണ്ണണം. ഇത് അച്ഛൻ്റെ അവസാനത്തെ ഊണാണ്. ഇനി എനിക്ക് അവിടെ നിന്നൊന്നും വേണ്ട. എന്തൊരു ചോറാണ്? ശരി മക്കളെ. ചുമ്മാ കളിക്കല്ലേ അച്ഛാ? എടുക്കണില്ലല്ലോ അച്ഛാ. അച്ഛോ ചേട്ടാ, എക്സ്ക്യൂസ് മീ, ഈ ബാലന്റെ തമ്മിയുടെ റൂം ഏതാ? 216. അല്ല, താൻ അപ്പുറത്തുള്ള വീട്ടിലല്ലേ? അച്ഛനെന്താ ഇവിടെ ഒന്ന് താമസിക്കുന്ന? അപ്പൊ ജസ്റ്റ് ഫോർ ചേഞ്ച് ചേട്ടാ. തള്ളിട്ട് കൊല്ലുവാടാ എന്നെ. നിസാര കാര്യത്തിൽ ഞങ്ങളെ വിട്ട് പോകാൻ പോണത്. വിട്ടുപോകാൻ പോണാ? എടാ ഫാനില് മൊത്തം പൊടിയടാ. എടാ ഉറങ്ങാൻ പറ്റുന്നില്ല. തുമ്മി തുമ്മി മനുഷ്യൻ ചാവണ്. തുടയ്ക്കാൻ വേണ്ടി കയറിയല്ലേ? നീ പിടിച്ചിറക്കാൻ അങ്ങോട്ട്. അല്ല അച്ഛൻ, പിന്നെ നേരത്തെ ഞാൻ ഫോൺ വിളിച്ചപ്പോഴേ പറഞ്ഞതാ. എന്തെന്ന് പറഞ്ഞു? ഇതെന്റെ അവസാനത്തെ ചോറുണ്ടാണെന്ന്. അവസാനത്തെ ചോറുണ്ടെന്നല്ല പറഞ്ഞത്. പിന്നെ ആ വീട്ടിൽ നിന്ന് ഞാൻ എന്റെ അവസാനത്തെ ചോറാണ്, ഞാൻ പുറത്ത് അറേഞ്ച് ചെയ്തോളാം ഇനി അങ്ങോട്ട് അതിന്റെ ആഹാരമൊക്കെ. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. വിശക്കണ്ട് കഴിക്കാം. ചോറും കറിയൊക്കെ ഉണ്ടാ? എല്ലാം ഉണ്ട്. ആ പിന്നെ ആ വെള്ളം കസേര നീക്കിയിട്ട് ഞാൻ കൈ കഴിച്ചോട്ടെ. എടുത്ത് വായി. അച്ഛോ മീനൊന്നും ഇല്ലടേ. മീനൊന്നും ഇല്ലേ? ഇല്ല. മുട്ട വരും. മുട്ടയല്ല, ഒന്നുമില്ല. അച്ഛാ ചില സമയം എനിക്ക് തന്നെ അച്ഛനെ മനസ്സിലാവണല്ലോ. അച്ഛാ മനസ്സിലാക്കാനൊന്നുമില്ലടാ അച്ഛനെ. ഈ കാണിക്കണൊക്കെ തന്നെ സച്ചായി. നീ കഴിച്ചാ? ഇല്ല അച്ഛാ, അച്ഛൻ കഴിച്ചാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കഴിച്ചില്ല. നീയാണ് അച്ഛൻ്റെ മനസ്സിനെ തകർക്കണത്. എടാ അച്ഛനെ സ്നേഹിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നീ കഴി. ഞാനൊരു കാര്യം ചോദിച്ചോടാ. അച്ഛൻ ശരിക്കും സത്യം പറയൂ? പറയടേ. നേരത്തെ അവിടെ വന്നില്ലായിരുന്നോ റോട്ടില്? അപ്പൊ അച്ഛൻ അടിച്ചിട്ടുണ്ടായിരുന്നു? ചുമ്മാ വെറുതെ പട്ടിഷ കാണിച്ചത്. എറിച്ചാ? കുറച്ചെറിച്ച്. അതാണ്. അല്ല അച്ഛാ, അച്ഛൻ എന്നെ വീട്ടിലോട്ട് വരും? നാളെ മറ്റന്നാളെ? ഞാൻ അങ്ങോട്ടില്ല. ഞാൻ ഇവിടെ എവിടെയെങ്കിലും അഡ്ജസ്റ്റ് കഴിഞ്ഞോളാം. ഞാൻ കുറച്ച് പ്ലാൻ ചെയ്യണുണ്ട് ഇവിടെ. അച്ഛാ കളിക്കണ? ഇടയിൽ കളിയല്ല, കാര്യമാണ്. ഇതിന്റെ പേരും പറഞ്ഞ് അവള് വെള്ളം കുടിക്കണം. അവളെ പറഞ്ഞ് ഞാൻ വട്ടപ്പൂച്ചി വന്നു അനുഭവിക്കട്ടെ. അമ്മ പാവല്ലേ അച്ഛാ? രാജു, അമ്മേരെ പേരും പറഞ്ഞ് നമ്മൾ തമ്മിൽ പിണങ്ങരുത്. എന്താ കഴിക്കണില്ലേ? എനിക്ക് മതിയടേ. മതിയടേ. ഡേ, നിങ്ങളെ കാര്യങ്ങൾക്കൊന്നും അച്ഛൻ ഒരു കുറവും വരുത്തൂല. ചെനുള്ള പൈസയൊക്കെ അച്ഛൻ്റെ കയ്യിൽ തരും. പിന്നെ നിനക്ക് പ്രത്യേകിച്ച് നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അച്ഛനെ പറയണം. അച്ഛൻ എത്ര രൂപ തരും. എനിക്ക് അത് നല്ല വിഷമം. എൻ്റെ പാറുമോളെ കാണാൻ പറ്റില്ല. ഞാൻ പറയുമ്പോഴേക്കും അവളെ കൊണ്ടുവരണേ. കൊണ്ടുവരാ. കേൾക്കുമ്പോ തന്നെ ഒരുമാതിരിയാവണ്. ജീവിതം ഇങ്ങനെയാണടേ. വല്ലാത്തൊരു സീനായി പോയല്ലേ. ഇപ്പൊ പടവലത്ത് നെയ്യാറ്റിലൊക്കെ അറിയണം. വലിയ പ്രശ്നവും അറിയണം. നിന്റെ അമ്മ നാറണം, അല്ലെങ്കിൽ ഞങ്ങളെ നാറ്റിക്കും. അറിഞ്ഞില്ലെങ്കിൽ നീ അറിയിക്കണം, വിളിച്ചു പറയണം. അപ്പൂപ്പനെ അമ്മ നീ വിളിച്ചു പറയണം. പടവലത്തും നെയ്യാറ്റിക്കരൊക്കെ വിളിച്ചു പറയണം. അങ്ങനെ അവളും ഇതിന്റെ പേരിൽ അവള് വെള്ളം കുടിക്കും. മക്കളെ നീ പോട്ടെ. ഞാൻ വേണമെങ്കിൽ രാത്രി വരെ അച്ഛൻ ചുമ്മാ ഒറ്റയ്ക്ക് കിടക്കണ്ട. അച്ഛൻ എത്രയോ പ്രാവശ്യം ഒറ്റയ്ക്ക് കിടന്നിരിക്കണ്. നീ പോ മക്കളെ, അച്ഛൻ ആരും വേണ്ട. ഒറ്റയ്ക്ക് കിടന്നോളാം.
ചെല്ലടാ. ഉഫ്, ചെറുക്കൻ്റെ ഒരു കാര്യം അല്ലേ. എവിടെ പോയിരുന്നു? എവിടെ പോയിരുന്നെന്ന്? അമ്മ ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലെ മറ്റേ കേശു, എന്നോട് ഞാൻ ചോദിച്ചത് നീ എവിടെ പോയിരുന്നെന്നാ. ഞാൻ പറഞ്ഞില്ലേ അമ്മ, എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലെ അവൻ. കേശുവിനോട് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ചോദിക്കോളൂ, നീ എവിടെ പോയിരുന്നു? അച്ഛനെ കാണാൻ പോയത്. അച്ഛന് നമ്മളെയൊന്നും കാണണ്ട എന്നുള്ളത് കൊണ്ടാണല്ലോ അച്ഛൻ്റെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. പിന്നെന്തിനാ നാണം കെട്ട് പോയത്? അമ്മ അച്ഛൻ പാവമല്ലോ അമ്മ, ഒറ്റയ്ക്ക് ഇപ്പം. കേശു, നിന്റെ അച്ഛനെ എനിക്കറിയാവുന്ന പോലെ ലോകത്തൊരാൾക്കും അറിയില്ല. അത് ശരിയാണ്, എന്നാലും അച്ഛൻ എടുത്തിയാടി വരുമെന്ന് പറയുന്നല്ലേ അമ്മ ഉള്ളൂ. പോയത് പോയി, എന്നെയും കൂടെ കൊണ്ടുപോകാത്തത്. പോണോ? എന്നാ പോ. ആരെങ്കിലും വരി പറഞ്ഞാൽ മതി, ഞാൻ പോയിക്കോളാം. ഞാൻ വേണേ കൊണ്ട് ആക്കിത്തരാം. പോയിക്കോളാവോ? പിന്നെ ഇങ്ങോട്ട് വരരുത്. ചേച്ചി, നീ എന്താണ് ചെയ്യണേ? കളിച്ച് കളിച്ച് രംഗം വഷളാക്കല്ലേ. ഞാൻ അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കണമെന്ന് എഴുതിയിട്ടാണ് മിണ്ടായിരിക്കണേ. നിന്റെ വർത്താനം കേട്ട ഞാനെന്തോ തെറ്റ് ചെയ്ത പോലെ ഉണ്ടല്ലോ. നീ കണ്ടതല്ലേ ചേട്ടൻ ഇവിടെ കാണിച്ച് ഓരോന്നെ കാണിച്ചു കൂട്ടിയിട്ട് ഇറങ്ങിപ്പോയത്. ചേച്ചി കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ പ്രശ്നം ഉടനെ സോൾവ് ആവും. കൊച്ചെ, ഞാനേ ഇത്രയും കാലം സോഫ്റ്റായിട്ട് തന്നെ നിന്നത് ഒരു പ്രയോജനം ഉണ്ടായില്ല. എൻ്റെ ജന്മം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുക. ഇനി അത് പറ്റില്ല. ഇനി ഞാനേ രണ്ടും കൽപ്പിച്ചു തന്നെ. നീ 2 കൽപ്പിക്ക്, അളിയെ 3 കൽപ്പിക്കട്ടെ, പിള്ളേർ 4 കൽപ്പിക്കട്ടെ. അങ്ങനെ നിന്ന് കുടുംബം ശിഥിലായി പോട്ടെ. ഒരു കുഴപ്പമില്ല. എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ ഞാൻ എന്നെ കൂടെ പറ്റുന്ന പോലെ നോക്കിക്കോണം. ഞാൻ വല്ലതും പറഞ്ഞാൽ ശരിയാവില്ല. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പോകണം. നീ പറ, പോവല്ലേ. നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോ. ഞാൻ എന്തോന്ന് പറയാൻ വേണ്ടിയിട്ട്? നീ എടുത്ത തീരുമാനങ്ങൾ, നീ ഇഷ്ടപ്പെട്ട ജീവിതം, നിന്റെ തീരുമാനങ്ങളും നിന്റെ ഇഷ്ടങ്ങളും നടക്കട്ടെ. ശ്രീ എന്തിനാണ് ചേച്ചിയെ കുറ്റപ്പെടുത്തുന്ന പോലെ സംസാരിക്കണം? ചേച്ചി കുടുംബത്തിലെ പ്രയാസങ്ങൾ ചേട്ടന് മുന്നിൽ അവതരിപ്പിച്ച് അത്രയല്ലേ ചെയ്തോളൂ. ചേച്ചിക്ക് അത് ചെയ്തേ പറ്റുള്ളൂ. അത് ചേട്ടന് ഇഷ്ടപ്പെട്ടില്ല, ചേട്ടൻ പോയി. അത് ചേച്ചിയെ തെറ്റു പറയാനൊന്നും പറ്റൂല. കുറച്ച് പേര് അളിയനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്, കുറച്ച് പേര് ചേച്ചിയെ ന്യായീകരിക്കാൻ വേണ്ടി, 2 ഭാഗം കൂടെ അങ്ങനെ ഇന്ന് കത്തട്ട് തീ അങ്ങ് കത്തി കത്തി പോട്ട്. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നാൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടി വേണം നോക്കാൻ വേണ്ടി. കുറെ ന്യായീകരണ തൊഴിലാളികൾ ഇറങ്ങിയിട്ടുണ്ട് ന്യായീകരിക്കാൻ വേണ്ടി. എന്ത് പിന്നെ എനിക്ക് പിന്നെ പ്രശ്നം വഷളാക്കണല്ലേ പതിവ്. ശ്രീ വാ തുറന്നാലായിരിക്കും പ്രശ്നം വഷളാവാൻ പോണം. ഉണ്ടായിരിക്കണ്ട. ഇപ്പം ഞാൻ എന്ത് മോശം പറഞ്ഞെന്നാണ് പറയണത്? നീ അധികം സംസാരിക്കേണ്ടതാണ് പറഞ്ഞത്. അതെന്താ എനിക്ക് അഭിപ്രായം പറഞ്ഞുകൂടി? അഭിപ്രായം പറയണ്ടേ ഇപ്പം? ഇപ്പൊ നിങ്ങൾ തമ്മിൽ പിരിയോ? ഡാ നിർത്തടാ. നീ എന്താണ് കുറച്ച് കാലമായിട്ട് തുടങ്ങിയതാണല്ലോ നിനക്ക് അളിയനെ എല്ലാത്തിനും അങ്ങ് സപ്പോർട്ട് ചെയ്യല്. ഈ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ന്യായം ആരുടെ ഭാഗത്താണെന്ന് ചിന്തിക്കണം. സപ്പോർട്ട് ചെയ്യുന്ന ആള്. ഞാൻ ശരീര കൂടെ നിൽക്കുന്നില്ല, തെറ്റിന്റെ കൂടെ നിൽക്കുന്നു. ഗൗരി, എന്ത്? ഒന്നുമില്ല, അവിടെ നിന്ന്. അമ്മ കുഴിപ്പുളത്ത് കേശുവേ, വിളി കേട്ടൂടെ? നീ ഇങ്ങനെ കേറുന്ന എങ്ങനെ ശരിയാവും? ഇറങ്ങിയിരിക്കണോ? കുറ്റം തന്നാണ്ടല്ലോ. എടാ, നമുക്ക് അച്ഛനെ ഒന്ന് കണ്ട് സംസാരിക്കണ്ട. ഇന്നലെ പോയതാണ് മനുഷ്യൻ. അയ്യോ, ഇന്നലെ ഞാൻ അവിടെ പോയിട്ട് എനിക്ക് കുറെ കേട്ട് മതിയായി, തൃപ്തിയായി. അത് നീ പോയത് കൊണ്ടാ, ഞാൻ വന്നില്ലല്ലോ. ഞാൻ അന്ന് സംസാരിച്ച് അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് റെഡിയാവും. അതെ, അമ്മ ഭയങ്കര സീരിയസ് ആണ്. ഇനിയും സീരിയസ് ആയാൽ ചിലപ്പോ കയ്യിന്ന് പോവും. എന്തോട് ചെയ്തോണ്ടിരിക്കുന്നത്? ചെയ്തോണ്ടിരിക്കണേ? എന്തോട് സംസാരിച്ചോണ്ടിരിക്കുന്നേന്ന്? അയ്യോ, അതറിയാത്തൊരു സമാധാനം ഇല്ലല്ലേ. ഏർപ്പെടെ എനിക്ക് മനസ്സിലായി. അച്ഛനെ കാണാൻ പോകുന്ന കാര്യമില്ലേ പറഞ്ഞോണ്ടിരുന്നേ? അതൊന്നുമല്ല, നീ പോയ അച്ഛല്ലേ പറ. എന്റെ അടുത്ത് പോവാൻ പറയുമ്പോ തന്നെ അറിയാം നിങ്ങൾ അച്ഛനെ കാണാൻ പോവാന്ന്. പാറു മിണ്ടാരി പാറു. എനിക്ക് എന്തായാലും അച്ഛനെ എനിക്ക് കാണണം. അച്ഛനെ കാണിച്ചു തരാം. എടാ, ഗൗരി അമ്മായിനെയും കൂടെ വിളിച്ചു കഴിഞ്ഞാൽ കാര്യം ചിലപ്പോ സെറ്റ് ആവും. എന്നാ പിന്നെ വിളി. നിക്കട്ടെ. അമ്മായി ഉറങ്ങുവാണോ? എന്തടേ? ഒരു കാര്യമുണ്ട്, പറയാം. എന്തായാലും എന്റെ പൊന്നമ്മായി, നമ്മൾ ഇനി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവത്തേ ഉള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം. എടാ, അതിന് ചേച്ചി അടുക്കളല്ല. അതല്ലേ പറഞ്ഞ കാര്യങ്ങൾ ഇനി വഷളാവത്തേ ഉള്ളൂന്ന്. വലിച്ചുണ്ടാകാ കാര്യം പറ. നമുക്കേ അച്ഛനെ ഒന്ന് പോയി കണ്ട് സംസാരിച്ചാൽ. അത് ചേച്ചി അറിഞ്ഞ സീനാവേ. അത് ചേച്ചി അറിയരുത്. കുട്ടുമാമനും എന്താണ് ചർച്ച? ചർച്ചയൊന്നുമില്ല. അതേ ഇവളുടെ വിഷമം കണ്ട് നിന്നു പോയതാ. എന്ത് മക്കളെ, ഇത് നമുക്ക് വിഷമം? അത് അച്ഛനെ കാണാത്തോണ്ട.
അയ്യോ മിണ്ടല്ലേ, അമ്മ വഴക്ക് പറയും. അപ്പോ ലച്ചു ചേച്ചി പറഞ്ഞ് പാറക്കുട്ടിയുടെ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് ഇവളെ ജംഗ്ഷനിൽ കൊണ്ട് ഐസ്ക്രീം മേടിച്ചു കൊടുക്കാന്ന്. മക്കള് വിഷമിക്കണ്ട കേട്ടോ, മക്കളുടെ വിഷമം മാറ്റാൻ വേണ്ടി ലച്ചു ചേച്ചി പോയി ഐസ്ക്രീം മേടിച്ചേരി. എന്ത് പറഞ്ഞു വിഷമം എന്താ? പിള്ളേരും മനസ്സല്ലേ, അളിയിങ്ങനെ മാറിയിരിക്കണമെങ്കിൽ അവർക്ക് വിഷമം. മക്കള് പോയിട്ടോ ലച്ചു ചേച്ചിയുടെ കൂടെ? കേശവണ്ണു പറഞ്ഞു. വല്ലാത്ത കഷ്ടമല്ലേ. ഓ ഇനിയിപ്പം നിനക്ക് സങ്കടം വരണ്ട, ഞാനിവിടെ വരാം. അമ്മായി പറഞ്ഞു. ആ അമ്മായിനെ കൂടെ കൊണ്ടുപോയിട്ടാണല്ലേ? അമ്മായിനെ കൂടെ കൊണ്ടുപോയിട്ട് ഐസ്ക്രീം കഴിക്കണ്ട. അത് വേണ്ട ചേച്ചി, ഞാൻ കൂടെ പോണാണ് സന്തോഷമെങ്കിൽ ഞാനും കൂടെ പോവാം. എപ്പോ? നമുക്കൊരു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പോവാം. അതിന് 1 മണിക്കൂർ? അല്ല ഇപ്പൊ വെയിലല്ലേ, കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് വെയിലാറുമല്ലോ, അപ്പൊ പോവാന്ന് വിചാരിച്ചു. കുറച്ചുകൂടെ കഴിയുമ്പോൾ വെയിൽ കൂടുകയല്ലേ ഉള്ളൂ. എന്നാ കുറച്ച് കഴിഞ്ഞ് പോവാം. മക്കളെ, കുട്ടുമാമൻ വരുന്നതാണ് നമുക്ക് സന്തോഷമെങ്കിൽ മാമൻ കൂടെ വരാം. കൂട്ടാൻ ബുദ്ധിമുട്ടാണ്ട, ഞങ്ങളേക്ക് വരാം. ശരി, ചെല്ലാം കൂടുന്നുണ്ട്. ഡേയ്, നീ എല്ലാരും വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നാ? നിന്നോടെ കയറ്റിയ ശല്യമല്ലേ? അച്ഛാ എന്റെ പൊന്നുമക്കള് വാ. അയ്യോ കാണാൻ കൊതിച്ചിരുന്നു അച്ഛൻ. മതി, അച്ഛൻ വീട്ടിലേക്ക് വാ. ഇല്ല മക്കളെ, അച്ഛൻ വന്നാ ശരിയാവൂല. ഇതൊക്കെ അമ്മ അറിഞ്ഞാ ഇങ്ങോട്ട് വന്നത്? പിന്നെ അമ്മയടുത്ത് പറയാൻ പറ്റിയ കാര്യമാണല്ലോ, എന്തൊക്കെയോ വെള്ളമൊക്കെ പറഞ്ഞു വന്നതാ. പിന്നെ വേറൊരു കാര്യം, ഒരു കാരണവശാലും നമ്മളിവിടെ വന്ന കാര്യം അമ്മ അറിയരുത്. അഥവാ നിങ്ങൾ ഇങ്ങോട്ട് വന്ന കാര്യം അമ്മ അറിഞ്ഞാൽ അമ്മ പറയും ഞാനാണ് നിങ്ങളെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പട്ടേ കിട്ടളയും. ആര്? ഗൗരി വന്ന ഓരോ സ്ത്രീക്കുട്ടം അറിഞ്ഞാണല്ല. സ്ത്രീ അവനെ ചാച്ചിരുന്ന് പറയായിരിക്കും. ഞാൻ ശ്രീ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. കൊള്ളാലോ സെറ്റപ്പ്. ഇതെന്താണ് അടുക്കളേ? ഓ എന്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോണ്ടേ, ജീവിക്കണ്ടേ? ഇതെന്തോന്ന് കേട്ടോ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യണേ? ഇത് ഉരുളക്കിഴങ്ങ്, സവാള, പിന്നെ ആ മുട്ട എല്ലാം കൂടെ ഇട്ട് കുരുമുളകും ഉപ്പൊക്കെ ഇട്ട് ചെറിയൊരു വൈറ്റമിൻ ഫുഡാണ്. എല്ലാം കൂടെ അടിച്ച് കയറ്റി വീർപ്പക്കുറ്റിയോടെ ആയിട്ട് കാര്യമില്ലല്ലോ. ആ ഇനിയിപ്പോ ഇതൊക്കെ പറഞ്ഞ് ഈ സാധനങ്ങളൊക്കെ കഴിച്ചിരിക്കാം. അച്ഛാ ഈ റൂമിൽ എങ്ങനെ? എടാ ഇവിടെ നമുക്ക് അറിയാവുന്ന പയ്യന്മാരില്ലേ, അമ്മ റെന്റ് കുറച്ച് തന്നു. ഇനി ഇതിന്റെ വാടക അമ്മയുടെ തലയിലാവോ? കൊച്ചാ മര്യാദയ്ക്ക് ഞാൻ ഇറങ്ങി വിടും കേട്ടാ. സത്യം പറയട്ടല്ലോ ചേട്ടാ, ചേട്ടനെ പറ്റി ഇവര് പലതും പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച എല്ലാം തള്ളാണെന്ന്. ഇപ്പോഴല്ലേ മനസ്സിലായ ചേട്ടാ എന്തും ചെയ്യും സുഖമായിട്ടാണെന്ന്. അപ്പൊ എന്നെ പറ്റിയുള്ള ചർച്ച വീട്ടിൽ നടക്കണുണ്ട്. പിന്നെ ഭയങ്കര ചർച്ചയാ. ഒരു ചർച്ചയില്ല. അച്ഛൻ ഇത്രയും വർഷം അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള ഭാവം പോലും അമ്മയ്ക്കില്ല. ആരോ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല, പോയി, ഇത്രേ ഉള്ളൂ. നോക്കിക്കോ, അവള് എന്നെ ഓർത്ത് കരയും. ലാസ്റ്റ് അച്ഛൻ കരയാതിരുന്നാ മതി. ഇനി അമ്മ കരയും വേണ്ട, സങ്കടപ്പെടുകയും വേണ്ട. അച്ഛൻ സഹോദരനായല്ലേ. ഓ ഒരു മനസ്സിനൊരു സുഖം. സത്യം, പഴയ യൗവനം തിരിച്ചു വന്നതുപോലെ. ചേട്ടാ കൂടുതൽ ഓവർ ആവല്ലേ, വീട്ടിലോട്ട് വരാൻ നോക്ക്. വീട് ഇപ്പൊ ഞാൻ വീടിനെ പറ്റി ഓർക്കാറേ ഇല്ല. എനിക്ക് ഇവിടുന്ന് ആ വീട് കാണുമ്പോഴേ ഭാർഗവി നിലയം പോലെയാണ് തോന്നുന്നത്. ഒന്നിന്റെ കുറവില്ലല്ലോ. യക്ഷികള്, മറത, മാടൻ, കുട്ടിപ്പിശാചി എല്ലാം ഉണ്ടല്ലേ. അതുകൊണ്ട് ഈ വാത് വിളിക്കാൻ തുറക്കാറില്ല. കേശു നീ വരുന്നുണ്ടാ? അച്ഛനെ കാണണമെന്ന് തോന്നി, അതുകൊണ്ടാണ് വന്ന് കണ്ടത്. അല്ലാതെ അച്ഛൻ്റെ ഈ ജാട വർത്താനൊന്നും കേൾക്കാമെന്ന് എന്നെ കൊണ്ടുപോയി. ലച്ചു, എനിക്ക് ഇതിനെ നന്നായിട്ട് അറിയാം. നീ എന്റെ കൂടെ നിൽക്കും, എന്നിട്ട് കൂറ് ആ പടവലം കാര്യമെടുക്കും അല്ലേ? ഇനി ചിലപ്പോ നമ്മൾ തമ്മിൽ സംസാരിച്ചല്ലേ ഇവിടെ അടി നടക്കും. നീ വരുന്നുണ്ടാ? നീ എന്നെ അടിക്കും. നീ ഇവിടെ നിന്ന് നീ എന്നെ അടിക്കില്ല ലച്ചു. എന്തോന്നൊക്കെ പറയുന്നത്? ഞാന് 2-3 മാസം മുമ്പേ ഒരു സ്വപ്നം കണ്ട്. ഞങ്ങളുടെ 30ാമത്തെ കല്യാണ വാർഷികം. അന്ന് രണ്ടുപേരും തമ്മിൽ ഡിവോഴ്സായി. അതിന്റെ കേസ് കോടതി നടക്കുകയാണ്. വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ എന്റെ മക്കളെല്ലാം കൂടെ തള്ളേരെ കൂറ് തള്ളയ്ക്ക് ചുറ്റും നിന്ന്. അത് സംഭവിക്കും, 100% സംഭവിക്കും. ഉറപ്പാണ്, ഉറപ്പാണ്, ഉറപ്പാണ്. പോവേണ ഞങ്ങൾ എന്തിനോട് നിൽക്കണേ? ഇറങ്ങി പാടി ഒറ്റടത്തിൽ കണ്ടപ്പോ വയ്ക്കോ, ആരും കണ്ടിരിക്കും. അയ്യ ഞാനുള്ള മക്കള് അച്ഛനെ കാണാൻ വന്നിക്കണം. ഇറങ്ങി പൊയ്ക്കണം. ഞാൻ എങ്ങനെയെങ്കിലും ജീവിക്കണം. എങ്ങനെ എന്താ മുട്ടാക്കായി? അമ്മ അമ്മ എന്താ ഒരു കുലുക്കൂലാ നിൽക്കണേ? അതെയാ, ഇത്ര കുലിയാ മതിയാ? അമ്മ നെയ്യാറ്റിങ്കരയിൽ പടവലത്തു നിന്നൊക്കെ ചറപറ കോള് വന്നോണ്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലാവരും കൂടെ കയറും പൊട്ടിച്ചോണ്ട് ഇങ്ങോട്ട് വരും. ഞാൻ ഒരു കത്തി പറഞ്ഞ് നിർത്തി വെച്ചേക്കാണ്, ഇവിടെ ഒരു പ്രശ്നമില്ലെന്ന്. അവരെയൊക്കെ ആരാ വിളിച്ചു പറഞ്ഞേ? ആർക്കറിയാം? ആർക്കും അറിയണ്ട, നിങ്ങൾ അച്ഛൻ തന്നെയാണ്. അപ്പൂപ്പ വന്നാ പൊങ്കാലിടും. ആ അമ്മ, അപ്പൂപ്പൻ വന്നു കഴിഞ്ഞാൽ അമ്മയെപ്പോലും വെറുതെ വിടൂല കേട്ടോ. ആ വരട്ടെ, എല്ലാവരും വരട്ടെ. എനിക്ക് എല്ലാവരുടെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. പറ്റുമെങ്കിൽ അവര് അച്ഛനെ അങ്ങോട്ട് വീട്ടിലോട്ട് കൊണ്ടുപോട്ടെ.
അമ്മയ്ക്ക് എങ്ങനെയാ ഇത്ര കണ്ണിച്ചോറിയില്ലാതെ സംസാരിക്കാൻ പറ്റുന്നത്? എനിക്ക് കണ്ണിച്ചൊറിയില്ലാണ്ട് സംസാരിക്കാനേ അറിയാൻ പാടുള്ളൂ. എന്നെ ലച്ചു നിനക്ക് അറിയില്ലേ? അങ്ങനെ ഈ മൂന്നാംകളെ നമ്പർ നിനക്ക് അറിയില്ലേ? അപ്പോ അമ്മ അച്ഛൻ ഇത്തവണ കട്ട സീരിയസ് ആണ് കേട്ടാ. ചേച്ചി, ഒരു എടുത്തയാട്ടത്തിന്റെ പേരിൽ അളിയൻ കാണിച്ച ഒരു സാഹസമാണ്. ഇനി പൈസയൊക്കെ കടം വാങ്ങിച്ച അളിയൻ റൂമിൽ തന്നെ നിൽക്കാൻ വേണ്ടി നോക്കും. അവസാനം കടക്കാരനും കൂടെ ആവും. ഇപ്പൊ പഴയതുപോലെ ഒന്നുമല്ല, കുറെ പൈസയൊക്കെ മറിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്. ഈ പ്രശ്നം സോൾവ് ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിലാ ഇല്ലെങ്കിൽ ഞാൻ കരഞ്ഞ് വിളിച്ച് നെയ്യാറ്റിങ്കരയും നേരത്തെ പടവലത്തും വിളിച്ച് ഫോൺ ചെയ്യും. അയ്യോ, അങ്ങനെ സാഹസം ഒന്നും ചെയ്യല്ലേ. ഒന്നാമത് അവരവിടെ ഹാലിളക്കി നിൽക്കണം, എല്ലാം കൂടെ കെട്ടുമുട്ടിച്ച് ഇങ്ങോട്ട് വരും. ചേച്ചി നമുക്ക് എല്ലാവർക്കും കൂടെ പോയി ചേട്ടനെ വിളിച്ചിട്ട് വരാം. നമ്മളൊന്ന് ആഞ്ഞ് ശ്രമിച്ചാൽ നടക്കും. ആഞ്ഞ് ശ്രമിച്ച് കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? വല്ല കാര്യം ഉണ്ടോ? ഒരു കാര്യമില്ലെങ്കിലും നമ്മുടെ അച്ഛനല്ലേ അമ്മ. നിനക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടോ? നീ പോയി വിളിക്കടാ. നീ നിനക്ക് വരാൻ വയ്യെങ്കിൽ ഞാൻ പിള്ളേരും കൂട്ടി ഒരു പോക്കങ്ങ് പോകും. ഓ, ചെല്ലുമ്പോ അവിടെ ചെല്ലുമ്പോ ചാടയും കൂടും കടമ്പെടുത്തം പിടിക്കുകയും ചെയ്യും. ഓ, അമ്മ അച്ഛനൊന്ന് വിളിച്ചേ. അതെന്തായാലും നടക്കൂല. നോക്കട്ടെ ഏതുവരെ പോകുന്നു. എന്റെ പൊന്നമ്മ, ഞാൻ വീണ്ടും പറയാണ്, ഇത് സംഭവം ഇനി കടുക്കത്തേ ഉള്ളൂ കേട്ടാ. ഇനി ഇപ്പൊ നമ്മളെന്തെങ്കിലും ചെയ്താ ചെയ്ത് ഇത്ര തന്നെ. ചേച്ചി ഒരു കാര്യം ചെയ്യാം, ചേച്ചിക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനും ശ്രീയും പിള്ളേരും കൂടെ പോയി ചേട്ടനെ വിളിച്ചിട്ട് വരാം. ഈ പിള്ളേരെന്ന് ഉദ്ദേശിച്ചത് ഞാനും ഉണ്ടോ? ഞാൻ ഇപ്പൊ പിള്ളേരല്ലേ. ഓ, നീ വലിയ പുരുഷനായി. ഒന്നും ഉണ്ടായിടേ ചേച്ചി, ഞാൻ പിള്ളേരെ കൂട്ടി വരട്ടാ. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് പോണെങ്കിൽ പോണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അമ്മയും കൂടെ ഉണ്ടെങ്കിൽ സംഭവം കളറാവും. അമ്മയും കൂടെ ഉണ്ടെങ്കിൽ സംഭവം കളറാവുന്ന എന്തോന്നൊക്കെ മക്കളെ സംസാരിക്കണത്. ഇവിടെ അച്ഛൻ പിണങ്ങി തെറ്റി പൊറുതിയൊക്കെ മാറി വേറെ എവിടെ നിൽക്കണ്, സംഭവം കളറാവുന്ന അങ്ങനെയൊക്കെയാണ് പറയണേ. നിങ്ങൾ ഇവിടെ നിന്ന് ചർച്ച ചെയ്തിട്ട് ഒരു കാര്യമില്ലല്ലോ. ഉണ്ടോ? എന്താ ചെയ്യണമെന്താ ചേച്ചി? എനിക്കിവിടെ പണിയുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് വിശക്കും. അപ്പൊ നിങ്ങൾ ഇതൊക്കെ മാറ്റിയിട്ട് വിശക്കുമ്പോ എൻ്റെ അടുത്ത് ചൂടാനേ വരുള്ളൂ. ചെല്ല്, ഞാൻ പണി ചെയ്യട്ടെ. അല്ലമ്മ ഒന്നും കൂടെ ലച്ചു, ഞാൻ പറയാനുള്ള പറഞ്ഞേ, ഞാൻ എന്റെ സ്വഭാവം മാറേ. പിള്ളേരെ നിങ്ങൾ കൂടെ വരണമെങ്കിൽ വാ, അളിയിൽ ഞാൻ ഈസി ആയിട്ട് കൊണ്ടുവരാം. നമ്മൾ ഇത്ര കണ്ടിരിക്കുന്നു. ഓ, ഞാൻ കട്ടയ്ക്ക് കൂടെ ഉണ്ട്. കേശുവാടാ. മുഖേനി കാണണം. നീയൊക്കെ എന്തിനാ എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി വരണത്? എന്നെ കാണാൻ അത്രയ്ക്ക് കൊതിയാണെങ്കിലേ എന്റെ ഫോട്ടോ ഫ്രെയിം ചെയ്താൽ വെക്കി. അച്ഛൻ ഇന്ന് ഞങ്ങളുടെ കൂടെ വന്നില്ലെങ്കിലും മിക്കവാറും ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കും. അച്ഛാ വാ അച്ഛാ, നമുക്ക് പോവാം. വീട്ടിലോട്ട് പോകാം. ഇറങ്ങി വന്നില്ലെങ്കിൽ അച്ഛനെ പോയിക്കൊണ്ടു. അത് നടന്ന പോലെ തന്നെ. ചേട്ടാ ചുമ്മാ പ്രശ്നം വഷളാക്കാൻ നോക്കല്ലേ. ചേച്ചിക്ക് വാക്ക് കൊടുത്തിട്ടാണോ വന്ന ചേട്ടനെ കൊണ്ട് പോവുള്ളൂന്ന്? അപ്പോ അവളെന്റെ സാമീപ്യം ആഗ്രഹിക്കുന്നല്ലേ? ഒരു ആഗ്രഹവും ഞങ്ങൾ അമ്മയ്ക്ക് വാക്ക് കൊടുത്ത് അച്ഛനെയും കൊണ്ട് ചെല്ലാവുന്ന, അതുകൊണ്ടാ. അച്ഛാ ചുമ്മാ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. അച്ഛൻ അറിയാല്ല, അച്ഛനെ പോലെ തന്നെ ദേഷ്യമുള്ളതാണ് എനിക്കും. അവിടെ അച്ഛൻ വന്നേ. കേശു, എന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകാന്നുള്ളത് വേറൊരു വ്യാമോഹം മാത്രം. അതുകൊണ്ട് എല്ലാവരും വന്ന് അവരെ തിരിച്ചു വയ്ക്കോ. ആരെങ്കിലും എൻ്റെ അടുത്ത് വന്ന ചേലന്തി അടിച്ച് ചപ്പും പോലെ ചപ്പിക്കളെ. എന്താണ് ഒരു ബലം പിടുത്തം? ഓഹോ, അപ്പൊ യവന്റെ ധൈര്യത്തിലാണ് നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്നല്ലേ? കൂട്ടാ, എന്താണ് നിന്റെ ആഗമനോദ്ദേശം? പണ്ട് നിങ്ങൾ എൻ്റെ ചേച്ചിയെ എന്നിൽ നിന്നും തട്ടിയെടുത്ത്, ഇപ്പം നിങ്ങൾ എൻ്റെ ചേച്ചിയെ തട്ടി എറിഞ്ഞ്, ഇന്ന് ഞാൻ നിങ്ങളെ തട്ടിയെടുത്ത് എൻ്റെ ചേച്ചിക്ക് മുന്നിൽ സമർപ്പിക്കും. ഇതെന്താ പുരാണ സീരിയല്ലോ? ശ്രീകുട്ടൻ അതിനുവേണ്ടി മാത്രം വളർന്നോ? വളർന്നു എന്ന് എന്നെ കൂട്ടിയോ? അല്ലയാ, നീ എൻ്റെ ചെല്ലക്കുട്ടിയാണ്. ഞാനും നീയും തമ്മിൽ ഒരു ദ്വന്ദ്വയുദ്ധം വേണ്ട. നീ അമ്പയെ പരാജയപ്പെട്ടു. ശ്രീകുട്ട ഒരു തീരുമാനം എടുത്താൽ അത് നടപ്പാക്കിയിരിക്കും. അളിയൻ വാ. വന്നില്ലെങ്കിലോ? കൊണ്ടുപോയിരിക്കും. എന്നാ കൊണ്ടുപോകാൻ നോക്കടാ. കൂടുതൽ അടുക്കാവുന്നുണ്ടല്ല, കുത്തിതിന്റെ പണ്ടം കീറിക്കളയും ഞാൻ. ആ പണ്ട് എനിക്ക് കളിക്കാൻ താ. എല്ലാം ഉപേക്ഷിച്ച് നിൽക്കുന്നതാണ് ഈ ബാലു. ഭ്രാന്ത് പിടിച്ച ബാലു ബന്ധം നോക്കൂല. അളിയ അളിയ കത്തിയാണ്, മൂർച്ചയുണ്ട്, മുറിയും. അളിയൻ താല്പര്യമില്ലെങ്കിൽ അളിയൻ വരണ്ട. പക്ഷെ ഞാൻ പറയുന്ന അളിയൻ കേൾക്കണം. നമ്മുടെ കുട്ടികള് ലക്ഷ്മിന്റെ മോള്, അളിയന്റെ ചെറുമോള് അപ്പുപ്പ എവിടെ എന്നോർത്ത് വിളിച്ച് വിളിച്ച് കരയാണ് അളിയ. അവളെ ഓർത്തെങ്കിലും, അവളുടെ കണ്ണീരോർത്തെങ്കിലും നീ
ചെല്ലു. സൈക്കോളജിക്കൽ മൊമെന്റ് അല്ലടാ, നടക്കൂല നടക്കൂടാ. അളിയൻ വീട്ടിലേക്ക് വരുന്നില്ല. എടാ, നിന്റെ ചേച്ചിയുടെ മുമ്പില് ഒരു അടിമയെ പോലെ ജീവിക്കാൻ എനിക്ക് വയ്യ. അവൾ ആരാന്നാടാ അവളെ ഭാവം? അവിടെ മട്ടും ഭാവം കണ്ട കൊട്ടാരത്തിലെ തമ്പുരാട്ടാണ് പറയല്ല. ഞാൻ പിന്നെ ഒരുപാട് സഹിച്ചാണ് ജീവിച്ചത്. ഇങ്ങോട്ട് പോകാൻ പാടില്ല, ഇങ്ങോട്ട് പോകാൻ പാടില്ല, നിൽക്കാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല, തുമ്മാൻ പാടില്ല, എല്ലാം. പിന്നെ നിനക്കൊക്കെ ഒരു ധാരണയുണ്ട് എനിക്കവളെ പേടിയാണെന്ന്. എന്നാ ഒരു സത്യം ഞാൻ പറയട്ടാ, എനിക്കവളെ പേടിയില്ല. പേടി ഉള്ളതായിട്ട് ഞാൻ അഭിനയിക്കായിരുന്നു, എനിക്ക് ജീവിച്ച് പോവാൻ വേണ്ടി. അറിയാം. ആ മണ്ടി 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 മരമണ്ടി എന്നെ മനസ്സിലാക്കില്ല. മരമണ്ടി മരമണ്ടി. ചേച്ചി അമ്മ ഇട എന്തോന്ന് ഇത്? നാടകമോ? അസൽ നാടകം. പുറത്തുനിന്ന് ഞാനെല്ലാം കേൾക്കുമായിരുന്നു. നാണയില്ലേ? വീട്ടിലും അഭിനയം, പുറത്തും അഭിനയം തന്നെ. കത്തി താഴെയിട്, കത്തി താഴെയിടാൻ. നീലുവാണ് പറയണത്, കത്തി താഴെയിടാൻ. അളിയാ ചേച്ചി കത്തിയാണ്. അമ്മ ചേച്ചി സാധനങ്ങളൊക്കെ എടുത്ത് ചാക്കിലിട്ടെ. സഹായിക്കില്ലേ? ഞാൻ സഹായിച്ചേരാ. എന്താടാ ചിരിക്കണം? എടാ, ഞാൻ ഇപ്പൊ ഇവിടെ പട്ടി കിടന്ന് ചത്തനെ. എന്റെ നീര് വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്റെ നീര് കൊള്ളടാ, എന്റെ നീര് കൊള്ളു. നീലു, നീ മുമ്പ് തടാ. ബാക്കി സാധനങ്ങൾ എടുക്കണ്ടേ? എടുക്കണ്ടേ? എടുക്ക്. സഹായിക്കടാ.